Set boundaries with your colleagues, part 2. Don't mix flirting with professionalism. അപ്പം അങ്ങനെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾവേസ് ഗെറ്റ്സ് മെസ്സി. ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ഓഫീസിൽ ഫ്ലേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മളുടെ പ്രൊഫഷണൽ ഇമേജിനെ ബാധിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ പൊസിഷനും ഡെസിഗ്നേഷനും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ നിങ്ങളൊരു ടീം ലീഡോ മാനേജറോ അസിസ്റ്റൻറ്റ് മാനേജറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാല്യൂ ഒക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ താഴോട്ട് ഇടിയുന്ന ഒരു കാര്യമാണിത്. ഓഫീസിന് പുറത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് നൺ ഓഫ് ദെയർ ബിസിനസ്. ബട്ട് ഓഫീസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് ദെയർ ബിസിനസ്. ഓഫീസിലെ നിങ്ങളുടെ ടൈം പ്രോപ്പറായിട്ട് കമ്പനിക്ക് വേണ്ടി തന്നെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവിടെ മോണിറ്റർ ചെയ്യും. അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റീനെയും ബാധിക്കും. അപ്പോൾ ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ പ്രൊഫഷനെയും എഫക്റ്റ് ചെയ്യും. സോ ഡോണ്ട് മിക്സ് ഫ്ലേർട്ടിംഗ് വിത്ത് പ്രൊഫഷണലിസം. സെറ്റ് എ ക്ലിയർ റെസ്പോൺസ് ടൈം. നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നതും ഒരു വാല്യൂ കുറയ്ക്കുന്ന സംഭവമാണ്. നിങ്ങളുടെ റിപ്പോർട്ട്സ് ആണെങ്കിലും ഫീഡ്ബാക്സ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ചിലപ്പോൾ മോർണിംഗ് മീറ്റിംഗ്സിലായിരിക്കാം അല്ലെങ്കിൽ ഈവനിങ് മീറ്റിംഗ്സിലായിരിക്കാം. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടൈം പറയുക, ആ ടൈമിൽ പ്രോപ്പറായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ടൈം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്. പ്രൊട്ടക്റ്റ് യുവർ ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയാസ് എല്ലാവരുടെ അടുത്തും ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ വേറെ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു ഗുഡ് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ ആ ഒരു ഐഡിയ എടുത്ത് കയ്യടിയും ഒക്കെ നേടാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഐഡിയാസ് ഏത് സമയത്താണോ ഇറക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ ഇറക്കി നിങ്ങൾ കയ്യടി നേടുക എന്നുള്ളതാണ്. സോ പ്രൊട്ടക്റ്റ് യുവർ ഐഡിയാസ്.